മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല. 2009 ലോകത്തെ മുഴുവൻ നടുക്കിയ മൈക്കിൾ ജാക്സന്റെ മരണം സ്വസ്ഥ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയായിരുന്നു. 2019 അദ്ദേഹത്തിന്റെ മകൾ പാരീസ് ജാക്സന്റെ കാറിന്റെ പിൻസീറ്റിൽ കണ്ടതായും മൈക്കിളിനേറെ പ്രിയപ്പെട്ട തന്റെ കൊട്ടാരമായ നെതർലാൻഡിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ളതായും അടക്കം കോൺസ്പിറസികളിലൂടെ മരണത്തിന് 15 വർഷങ്ങൾക്ക് ശേഷവും ലോകം ചർച്ച ചെയ്യുന്ന പേര് കിങ് ഓഫ് പോപ്പ്, ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന വ്യക്തി മൈക്കിൾ ജാക്സൺ. 100 Days 100 Stories Day 52. 1958 അമേരിക്കയിലെ ഇന്ത്യാനയിൽ ജോ ജാക്സൺ എന്ന ക്രെയിൻ ഓപ്പറേറ്ററുടെ 10 മക്കളിൽ 8ാമനായിട്ടായിരുന്നു മൈക്കിളിന്റെ ജനനം. സംഗീതപ്രിയനായിരുന്ന ജോ ജാക്സൺ തന്റെ മക്കളുടെ സംഗീതത്തിലുള്ള കഴിവ് മനസ്സിലാക്കി ഇതിലൂടെ കുറച്ച് സമ്പാദിക്കാമെന്ന ലക്ഷ്യത്തിൽ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പാടുന്ന 5 പേരെ ചേർത്ത് ജാക്സൺ 5 എന്ന ബാൻഡ് രൂപീകരിച്ചു. അന്ന് 5 വയസ്സ് മാത്രമുണ്ടായിരുന്ന മൈക്കിളായിരുന്നു അവരുടെ തുറപ്പിച്ചിട്ട്. കഠിനമായ പരിശീലന മുറകളിലൂടെയും ശിക്ഷാ രീതികളിലൂടെയും ജോ അവരെ ട്രെയിൻ ചെയ്തു. ഒരു സാധാരണ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹവും സൗഹൃദവും അഫെക്ഷനും എല്ലാം കൊച്ചു മൈക്കിളിന് നിഷേധിക്കപ്പെട്ടു. പടിപടിയായി ഉയർന്ന ജാക്സൺ 5ന്റെ ആൽബങ്ങൾ ലോകമെമ്പാടും ഹിറ്റായി തുടങ്ങിയപ്പോഴേക്കും മൈക്കിളും സഹോദരന്മാരും തമ്മിൽ തെറ്റിയിരുന്നു. ഇതിനിടയിലാണ് ക്വിൻസി ജോൺസ് എന്ന സംഗീതജ്ഞനുമായി കൂട്ടുകൂടിക്കൊണ്ട് ഓഫ് ദ വാൾ എന്ന സ്വതന്ത്ര ആൽബം MJ പുറത്തിറക്കുന്നത്. തന്റെ കുട്ടിക്കാലത്ത് താൻ ഏറ്റവും കൂടുതൽ അപകർഷതാബോധം നേരിട്ട തന്റെ നിറവും കുറിയ മൂക്ക് മാറ്റുന്നതിനായി ഒട്ടനവധി സർജറികളും ഒരുപാട് കെമിക്കലുകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ശിശുപീഡന ആരോപണങ്ങൾ നേരിട്ട് ഒടുവിൽ താൻ നിർമ്മിച്ച കൊട്ടാരമായ നെതർലാൻഡ് വിട്ട് പലായനം ചെയ്ത MJ 2003 മുതൽ 2009 വരെയും ജീവിക്കുന്നത് ബഹ്റൈനിലാണ്. ഒടുവിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് 2009 വേദന സംഹാരികളുടെ അമിതോപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം അദ്ദേഹത്തെ തേടിയത്. തന്റെ മരണം കൊണ്ട് ഗൂഗിൾ സെർവർ വരെ ക്രാഷ് ആക്കിയ, ഇന്റർനെറ്റിനെ സ്തംഭിപ്പിച്ച, ഇനി എത്ര ഡാൻസേഴ്സോ പോപ്പ് ഗായകരോ വന്നാൽ അവരെല്ലാം കമ്പയർ ചെയ്യപ്പെടുന്ന പോപ്പ് ഇതിഹാസം, ദ കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൺ.